നമ്മളിന്ന് മുതിരയും ചേമ്പിൻ്റെ തണ്ടുമാണ് കറി വയ്ക്കാൻ പോണത്. നമ്മൾ മുതിര വെള്ളത്തിലിട്ട് വെച്ചിരുന്നതാണ്. ഒന്ന് പാത്രത്തിൽ ഇട്ട് കൊടുക്കുക, വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഇത് വേവട്ടെ, നമുക്ക് കഷ്ണങ്ങൾ നുറുക്കിയെടുക്കാം. നമ്മൾ ഈ ചേമ്പിൻ തണ്ട് കൊണ്ടാണ് കറി വയ്ക്കാൻ പോകുന്നത്. നമുക്ക് ഇനി കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. മുതിര 12, പിന്നെ ഉരുളക്കിഴങ്ങും ഉള്ളി തക്കാളി ഇതിട്ട് കൊടുക്കുക. ചേമ്പിൻ്റെ തണ്ട് ഇട്ട് കൊടുക്കുക. ഇതിൻ്റെ തോല് പോയപ്പോൾ കുറച്ച് കളർ കമ്മിയായി. നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. ഇതിൽ 1.5 സ്പൂൺ മുളക് പൊടി, 2 സ്പൂൺ മല്ലിപ്പൊടി ഉണ്ട്, ഇതിട്ട് കൊടുക്കാം. നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇത് നമുക്ക് ഇനി അടച്ച് വയ്ക്കാം. ഇത് വേവട്ടെ, വന്നിട്ട് നമുക്ക് പുളി ഒഴിക്കാം. ഇത് വെന്തെണ്ണം നമുക്ക് പുളി ഒഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് തോനെ പുളി ഒഴിക്കണം, ചൊറിയുന്നതാണ്. പുളി ഒഴിച്ച് കൊടുക്കാം. തക്കാളി ഇട്ടെന്ന് വെച്ചാൽ നമ്മൾ പുളി ഒഴിച്ച് കൊടുക്കണം. ഇത് നമുക്ക് അടച്ച് വയ്ക്കാം. നല്ലതുപോലെ പുളി തിളക്കട്ടെ. എന്നിട്ട് നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. നമുക്കിനി തേങ്ങ ഇട്ട് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. ചേമ്പിൻ്റെ തണ്ടിക്ക് പുളി നല്ലോണം പിടിക്കണം. അത് ആയെന്ന് നമുക്കിതിനെ ഓഫാക്കാം. കരിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കുക. നമുക്കിത് വറുത്തിടാം. നിങ്ങളും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഇഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.